ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് റോക്കറ്റ് പ്രൊപ്പലൻസ്, അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ റോക്കറ്റ് പ്രൊപ്പലൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് റോക്കറ്റ് പ്രൊപ്പലൻസ് എന്ന് പറഞ്ഞാൽ? ദ ഫ്യൂവൽസ് യൂസ്ഡ് ഫോർ ലോഞ്ചിങ് റോക്കറ്റ്സ് ആർ കോൾഡ് റോക്കറ്റ് പ്രൊപ്പലൻസ്. റോക്കറ്റ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി അതിലുപയോഗിക്കുന്ന ഫ്യൂവൽസിനെയാണ് എന്ത് പറയുന്നത്? റോക്കറ്റ് പ്രൊപ്പലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ്, പല പല രാജ്യങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് 2 decades ആയിട്ട് പല പല സാറ്റലൈറ്റ്സുകൾ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്ത്യയും ഇത്തരത്തിലുള്ള ഈ സ്പേസ് ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പല സക്സസ്ഫുള്ളി ആയിട്ട് ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത് SLV-3 ആണ്. അത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. ജൂലൈ 18, 1980 ആ സക്സസ്ഫുൾ ആയിട്ടുള്ള മിഷൻ നടന്നത്. സോ ഇത്തരത്തിലുള്ള ഈ റോക്കറ്റ്സിനെ സ്പേസിലേക്ക് പുഷ് ചെയ്യാനായിട്ട് ചില ഫ്യൂവൽസ് ഉപയോഗിക്കും. നമ്മളിപ്പോൾ ബസ് ഓടാനായിട്ട് പെട്രോളോ ഡീസലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ റോക്കറ്റ്സിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് റോക്കറ്റ് സാറ്റലൈറ്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ സ്പേസിലേക്ക് നടക്കാൻ വേണ്ടി അതിൽ ചില ഫ്യൂവൽസ് ഉപയോഗിക്കും. അത്തരത്തിലുള്ള ഫ്യൂവൽസിനെയാണ് റോക്കറ്റ് പ്രൊപ്പലൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫ്യൂവൽസ് യൂസ്ഡ് ഫോർ ലോഞ്ചിങ് റോക്കറ്റ്സ് ആർ കോൾഡ് റോക്കറ്റ് പ്രൊപ്പലൻസ്. ഇനി ഒരു പ്രൊപ്പലൻ്റ് ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അതിന് കമ്പഷൻ നടക്കുന്നു അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. ഒരു ജസ്റ്റ് ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കമ്പഷൻ നടക്കുന്നു. അങ്ങനെ ലാർജ് വോളിയം ഹോട്ട് ഗ്യാസസ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഹോട്ട് ഗ്യാസസ് പിന്നീട് ഒരു നാരോ ആയിട്ടുള്ള നോസിൽ കൂടെ, റോക്കറ്റ് മോട്ടറിലുള്ള ഒരു നാരോ നോസിൽ കൂടെ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാസേജ്, അതായത് ഇത്തരത്തിലൊരു നാരോ നോസിൽ കൂടെ നല്ല ഹോട്ട് ഗ്യാസസ് പാസ് ചെയ്യുമ്പോൾ അത് നെസസറി ത്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനെ? ഈ റോക്കറ്റിൻ്റെ ലിഫ്റ്റ് ഓഫിന്, അത് പൊങ്ങാൻ വേണ്ടിയുള്ള ഫോഴ്സ് അത് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ അക്കോർഡൻസ് വിത്ത് ന്യൂട്ടൺസ് 3rd law ഓഫ് മോഷൻ. നമ്മുടെ ന്യൂട്ടൻ്റെ അതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചുള്ള കാര്യങ്ങളാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ന്യൂട്ടൺസ് 3rd law ഓഫ് മോഷൻ അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഇത്തരത്തിലെ ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഒരു നാരോ നോസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ, റോക്കറ്റ് മോട്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിനെ ഒരു അപ്വേർഡ് ആയിട്ടുള്ള ട്രസ്റ്റ് കിട്ടുന്നു. അങ്ങനെ അത് റോക്കറ്റ് പൊങ്ങാനായിട്ട് സഹായിക്കുന്നു. ഇൻ അക്കോർഡൻസ് വിത്ത് ന്യൂട്ടൺസ് 3rd law ഓഫ് മോഷൻ. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു റോക്കറ്റ് പ്രൊപ്പലൻറ്റിൽ 2 സാധനങ്ങളാണ് ഉണ്ടായിരിക്കുക. ഒരു ഫ്യൂവലും ഉണ്ടായിരിക്കും, പിന്നെ ജസ്റ്റ് ഒരു ഓക്സിഡൈസറും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ പ്രൊപ്പലൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് റോക്കറ്റ് പ്രൊപ്പലൻസിനെയൊക്കെ പല പല കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 3 കാറ്റഗറീസ് ആയിട്ടാണ് റോക്കറ്റ് പ്രൊപ്പലൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോളിഡ് പ്രൊപ്പലൻസ്, ലിക്വിഡ് പ്രൊപ്പലൻസ്, ദെൻ ഹൈബ്രിഡ് പ്രൊപ്പലൻസ്. സോളിഡ് പ്രൊപ്പലൻസിൽ വരുന്നതാണ് കോമ്പോസിറ്റ് പ്രൊപ്പലൻസ് ആൻഡ് ഡബിൾ ബേസ് പ്രൊപ്പലൻസ്. ദെൻ ലിക്വിഡ് പ്രൊപ്പലൻസിൽ വരുന്നതാണ് മോണോ പ്രൊപ്പലൻസ് ആൻഡ് ബൈലിക്വിഡ് പ്രൊപ്പലൻസ്. അതുപോലെ 3ാമത്തെ കാറ്റഗറി ഹൈബ്രിഡ് പ്രൊപ്പലൻസും. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് കാണാം, സോളിഡ് പ്രൊപ്പലൻസ്. ഇപ്പോൾ സോളിഡ് പ്രൊപ്പലൻസിലും സാധാരണ റോക്കറ്റ് പ്രൊപ്പലൻസിൽ കാണുന്ന പോലെ തന്നെ ഒരു സോളിഡ് ഫ്യൂവലും ഉണ്ടായിരിക്കും. പ്രൊപ്പലൻസിലെ ആ വ്യത്യാസം എന്ന് വെച്ചാൽ, സോളിഡ് പ്രൊപ്പലൻസ് ആണെങ്കിൽ ആ ഫ്യൂവലും ഓക്സിഡൈസറൊക്കെ എന്തായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലുള്ളതായിരിക്കും. ഓക്കെ, സോ സോളിഡ് പ്രൊപ്പലൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോളിഡ് ഫ്യൂവൽ ആൻഡ് എ സോളിഡ് ഓക്സിഡൈസർ. ഓക്കെ, അപ്പോൾ സോളിഡ് പ്രൊപ്പലൻസിന് ഞാൻ പറഞ്ഞു 2 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് പ്രൊപ്പലൻസ്, നെക്സ്റ്റ് വൺ ഡബിൾ ബേസ് പ്രൊപ്പലൻസ്. അപ്പോൾ എന്താണ് ഈ കോമ്പോസിറ്റ് പ്രൊപ്പലൻസ്? ഇപ്പോൾ കോമ്പോസിറ്റ് പ്രൊപ്പലൻസ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള പ്രൊപ്പലൻസ് സാധാരണ ഒരു പോളിമെറിക് ബൈൻഡറാണ് യൂസ് ചെയ്യുക. ലൈക്ക് പോളിയൂറത്തെയിൻ അല്ലെങ്കിൽ പോളിബ്യൂട്ടാഡൈൻ, അതൊക്കെയാണ് അത് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി the used materials will be ഓഫ് പോളിമെറിക് ബൈൻഡർ ആയിരിക്കും. പോളിമെറിക് ബൈൻഡിങ് പ്രോപ്പർട്ടി ഉള്ള പോളിയൂറിത്തെയിൻ അല്ലെങ്കിൽ പോളിബ്യൂട്ടഡൈൻ ഒക്കെയാണ് അത് കോമ്പോസിറ്റ് പ്രൊപ്പലൻസിൽ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓക്സിഡൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയം പെർക്ലോറേറ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പോസിറ്റ് പ്രൊപ്പലൻസിൻ്റെ എഫിഷ്യൻസി കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ ചില അഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഫൈൻലി ഡിവൈഡഡ് ആയിട്ടുള്ള മെഗ്നീഷ്യം അല്ലെങ്കിൽ അലുമിനിയം ഒക്കെ ഫ്യൂവലിൻ്റെ കൂടെ അഡിറ്റീവായിട്ട് ആഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രൊപ്പലൻസിൻ്റെ എഫിഷ്യൻസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായകമാകുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് കോമ്പോസിറ്റ് പ്രൊപ്പലൻസിൽ വരുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് പ്രൊപ്പലൻസിലെ പോളിമെറിക് ബൈൻഡിങ് പ്രോപ്പർട്ടി ഉള്ള പോളിയൂറത്തെയിൻ അല്ലെങ്കിൽ പോളിബ്യൂട്ടാഡൈൻ ഒക്കെയാണ് ഫ്യൂവലായിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓക്സിഡൈസറായിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയം പെർക്ലോറേറ്റ് ആണ്. ഇനി ഇത്തരത്തിലുള്ള ഫ്യൂവൽസിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് അതിലെ അഡിറ്റീവ്സ് ആയിട്ട് ഫൈൻലി ഡിവൈഡഡ് മെഗ്നീഷ്യം ഓർ അലുമിനിയം അലോങ് വിത്ത് ദ ഫ്യൂവൽ ഈസ് ആഡഡ്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി എമംഗ് ദ സോളിഡ് പ്രൊപ്പലൻസ് ആണ് ഡബിൾ ബേസ് പ്രൊപ്പലൻസ്. ഓക്കെ, അപ്പോൾ ഡബിൾ ബേസ് പ്രൊപ്പലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇത് സോളിഡ് പ്രൊപ്പലൻസിൻ്റെ കാറ്റഗറി തന്നെയാണ്. അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രോ ഗ്ലിസറീനും നൈട്രോ സെല്ലുലോസും ഒക്കെയാണ്. അപ്പോൾ ഈ നൈട്രോ സെല്ലുലോസ് ജെൽസ് നൈട്രോ ഗ്ലിസറിനിൽ അതിൽ സെറ്റ് ചെയ്തിട്ട് ഒരു സോളിഡ് മാസ്സായിട്ട് നിൽക്കും. ഓക്കെ, സോ ദിസ് നൈട്രോ സെല്ലുലോസ് ജെൽസ് ഇൻ നൈട്രോ ഗ്ലിസറിൻ സെറ്റ് ഇൻ ആസ് എ സോളിഡ് മാസ്. പക്ഷേ ഇത്തരത്തിലുള്ള സോളിഡ് പ്രൊപ്പലൻസിന് പല ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്താ വെച്ചാൽ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ സോളിഡ് പ്രൊപ്പലൻസൊക്കെ വൺസ് അത് ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ബേണിംഗ് വിത്ത് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്. ദിസ് കനോട്ട് ബി റെഗുലേറ്റഡ്. ഇത്തരത്തിലുള്ള സോളിഡ് പ്രൊപ്പലൻസൊക്കെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റോട് കൂടിയിട്ടായിരിക്കും അത് ബേൺ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കതിനെ മാറ്റി മാറ്റി റെഗുലേറ്റ് ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കില്ല. അതാണ് സോളിഡ് പ്രൊപ്പലൻസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ സോളിഡ് പ്രൊപ്പലൻസ് നമ്മൾ കണ്ടു. അത് രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ഇതൊക്കെയാണ് കോമ്പോസിറ്റ് പ്രൊപ്പലൻസും ഡബിൾ ബേസ് പ്രൊപ്പലൻസും. പിന്നെ അതിനുള്ള ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് കാറ്റഗറിയാണ് ലിക്വിഡ് പ്രൊപ്പലൻസ്. ലിക്വിഡ് പ്രൊപ്പലൻസ് ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് വി ക്യാൻ അനലൈസ് ദാറ്റ് ദേ ആർ ലിക്വിഡ്സ് അല്ലേ. അപ്പോൾ ലിക്വിഡ് പ്രൊപ്പലൻസ് ഇവിടെ രണ്ട് ടൈപ്പാണ് മെയിനായിട്ട് പറയുന്നത്, മോണോ പ്രൊപ്പലൻസ് ആൻഡ് ബൈ ലിക്വിഡ് പ്രൊപ്പലൻസ്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നോക്കാം, മോണോ പ്രൊപ്പലൻസ്. മോണോ പ്രൊപ്പലൻസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്രൊപ്പലൻസ് തന്നെയാണ്. അതിൽ ഒരു സിംഗിൾ കെമിക്കൽ സബ്സ്റ്റൻസ് ആയിരിക്കും ഫ്യൂവലായിട്ടും ഓക്സിഡൈസറായിട്ടും ആക്ട് ചെയ്യുക. അപ്പോൾ ഒരു സിംഗിൾ കെമിക്കൽ സബ്സ്റ്റൻസേ ഉണ്ടാവുള്ളൂ, മോണോ ആണ് അല്ലേ, എന്ന് വെച്ചാൽ ഒരെണ്ണേ അവിടെ ഉള്ളൂ. ആ സിംഗിൾ കെമിക്കൽ സബ്സ്റ്റൻസ് തന്നെ ഇറ്റ് ക്യാൻ ആക്ട് ബോത്ത് ആസ് എ ഫ്യൂവൽ ആസ് വെൽ ആസ് ആൻ ഓക്സിഡൈസർ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊപ്പലൻസ് ഇഗ്നീഷൻ നടത്തുമ്പോൾ അത് ലാർജ് വോളിയം ഓഫ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മോണോ പ്രൊപ്പലൻസിന് എക്സാമ്പിൾസ് ആണ് മീഥൈൽ നൈട്രേറ്റ്. ഓക്കെ, മീഥൈൽ നൈട്രേറ്റ്, ദെൻ നൈട്രോമീഥൈൻ, ദെൻ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതൊക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്, മോണോ പ്രൊപ്പലൻസിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ മോണോ പ്രൊപ്പലൻസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്രൊപ്പലൻസ് ആണ്. അതിലൊരു സിംഗിൾ കെമിക്കൽ സബ്സ്റ്റൻസേ ഫ്യൂവലായിട്ടും ഓക്സിഡൈസറായിട്ടും ബോത്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊപ്പലൻസ് ഇഗ്നീഷൻ നടത്തുമ്പോൾ അത് ലാർജ് വോളിയം ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്തരത്തിലുള്ള മോണോ പ്രൊപ്പലൻസിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് മീഥൈൽ നൈട്രേറ്റ്, അതുപോലെ നൈട്രോമീഥൈൻ, ദെൻ ഹൈഡ്രജൻ പെറോക്സൈഡ്. ദെൻ ബൈ ലിക്വിഡ് പ്രൊപ്പലൻസ്. ബൈ ലിക്വിഡ് പ്രൊപ്പലൻസ് ബൈ ലിക്വിഡ് ആണ് അല്ലേ, അതായത് രണ്ട് ലിക്വിഡ്സ് അതിൽ കൺസിസ്റ്റഡ് ആണ്. ഓക്കെ, ബൈ ലിക്വിഡ് പ്രൊപ്പലൻസ് എന്ന് പറഞ്ഞാൽ ദീസ് കൺസിസ്റ്റ് ഓഫ് 2 ലിക്വിഡ്സ്. ഒരെണ്ണം ഫ്യൂവലായിട്ടും ആക്ട് ചെയ്യും, മറ്റേത് ഓക്സിഡൈസറായിട്ടും ആക്ട് ചെയ്യുന്നു. അപ്പോൾ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് ഫ്യൂവൽസ് എന്ന് പറയുന്നത് കെറോസിൻ ഉണ്ട്, ദെൻ ആൽക്കഹോൾ, ദെൻ ഹൈഡ്രോസിൻ, ദെൻ മോണോമീഥൈൽ ഹൈഡ്രോസിൻ, ദെൻ അൺസിമെട്രിക്കൽ ഡൈമീഥൈൽ ഹൈഡ്രോസിൻ ഓർ ലിക്വിഡ് ഹൈഡ്രജൻ. ഇതൊക്കെയാണ് സാധാരണ ലിക്വിഡ് ഫ്യൂവൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ലിക്വിഡ് ഓക്സിഡൈസേഴ്സ് ആയിട്ട് സാധാരണ ആക്ട് ചെയ്യുന്നത് ലിക്വിഡ് ഓക്സിജൻ, ലിക്വിഡ് നൈട്രജൻ, ടെട്രോക്സൈഡ് ഓർ നൈട്രിക് ആസിഡ്. അതൊക്കെയാണ് മെയിനായിട്ട് ലിക്വിഡ് പ്രൊപ്പലൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ബൈ ലിക്വിഡ് പ്രൊപ്പലൻസിന് സോളിഡ് പ്രൊപ്പലൻസിനേക്കാളും കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. കാരണം എന്താ വെച്ചാൽ ബൈ ലിക്വിഡ് പ്രൊപ്പലൻസ് കൂടുതൽ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, റോക്കറ്റിൻ്റെ മുകളിലേക്ക് പൊങ്ങാനായിട്ടുള്ള ലിഫ്റ്റ് ഓഫിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ത്രസ്റ്റ് അത് കൊടുക്കുന്നുണ്ട് ആൻഡ് കമ്പയർ ടു ദാറ്റ് ഓഫ് സോളിഡ് പ്രൊപ്പലൻസ്. ഓൾസോ ദ ത്രസ്റ്റ് ജനറേറ്റഡ് ബൈ ദ ലിക്വിഡ് പ്രൊപ്പലൻസ് ക്യാൻ ബി കൺട്രോൾഡ്. ഇത്തരത്തിലുള്ള ലിക്വിഡ് പ്രൊപ്പലൻസ് ഉണ്ടാക്കുന്ന ത്രസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും ബൈ സ്വിച്ചിങ് ഓൺ ആൻഡ് ഓഫ് ദ ഫ്ലോ ഓഫ് ദ പ്രൊപ്പലൻസ്. അപ്പോൾ അതിലത്തെ പ്രൊപ്പലൻസിൻ്റെ ഫ്ലോ സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ഒക്കെ ചെയ്തിട്ട് ഈ ലിക്വിഡ് പ്രൊപ്പലൻസിൻ്റെ ത്രസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. ഇതൊക്കെയാണ് ബൈ ലിക്വിഡ് പ്രൊപ്പലൻസിൽ വരുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ബൈ ലിക്വിഡ് പ്രൊപ്പലൻസിൽ പറഞ്ഞാൽ ഫ്യൂവലായിട്ടും ഒരു ലിക്വിഡ് ആയിരിക്കും, അതുപോലെ ഓക്സിഡൈസറായിട്ടും ഒരു ലിക്വിഡ് ആയിരിക്കും. അതിൻ്റെ ധാരാളം എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അതുപോലെ ബൈ ലിക്വിഡ് പ്രൊപ്പലൻസ് കൂടുതൽ അഡ്വാൻറ്റേജസ് ആണ് ദാൻ സോളിഡ് പ്രൊപ്പലൻസ്, ബിക്കോസ് ബൈ ലിക്വിഡ് പ്രൊപ്പലൻസ് ഗിവ് മോർ ത്രസ്റ്റ് ദാൻ സോളിഡ് പ്രൊപ്പലൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്
The thrust generated by such liquid propellants can be controlled by switching on and off the flow of the propellants. ഇനി ലാസ്റ്റ് കാറ്റഗറി വരുന്നതാണ് ഹൈബ്രിഡ് പ്രൊപ്പലൻസ്. അപ്പോൾ ഹൈബ്രിഡ് പ്രൊപ്പലൻസ് എന്ന് പറഞ്ഞാൽ ചില ഫ്യൂവലായിട്ട് ചിലപ്പോൾ സോളിഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഓക്സിഡൈസറായിട്ട് ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ആയിരിക്കും. അങ്ങനെ സോളിഡും ലിക്വിഡും ഒക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന പ്രൊപ്പലൻസിനെയാണ് പറയുന്നത് ഹൈബ്രിഡ് പ്രൊപ്പലൻസ് എന്ന്. അപ്പോൾ ഹൈബ്രിഡ് പ്രൊപ്പലൻസ്, ദീസ് ആർ ദ പ്രൊപ്പലൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് സോളിഡ് ഫ്യൂവൽ ആൻഡ് ലിക്വിഡ് ഓക്സിഡൈസർ. അപ്പോൾ ഫ്യൂവൽ എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും, ഓക്സിഡൈസർ ലിക്വിഡ് ആയിരിക്കും. എക്സാമ്പിൾ അക്രിലിക് റബ്ബർ, അത് സോളിഡ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലിക്വിഡ് N2O4, ലിക്വിഡ് നൈട്രജൻ ടെട്രോക്സൈഡ് ഇല്ലേ, ലിക്വിഡ് N2O4 അതായത് ലിക്വിഡ് നൈട്രജൻ ടെട്രോക്സൈഡ്, അത് ഓക്സിഡൈസർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് പ്രൊപ്പലൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? അവിടെ സോളിഡ് ഫ്യൂവലും ലിക്വിഡ് ഓക്സിഡൈസറും ആയിട്ട് യൂസ് ചെയ്യുക. അക്രിലിക് റബ്ബർ അത് സോളിഡ് ഫ്യൂവലായിട്ടും അതുപോലെ ലിക്വിഡ് നൈട്രജൻ ടെട്രോക്സൈഡ് ഓക്സിഡൈസറായിട്ടും യൂസ് ചെയ്യുന്നു ഹൈബ്രിഡ് പ്രൊപ്പലൻസിൽ. ഇനി ഈ റോക്കറ്റ് പ്രൊപ്പലൻസിന് എല്ലാത്തിനും സെയിം എഫിഷ്യൻസി ആയിരിക്കില്ല. എഫിഷ്യൻസി എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? എനർജി റിലീസ്ഡ് ബൈ ദ ഫ്യൂവൽ, അതുപോലെ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ റോക്കറ്റ് മോട്ടർ, ദെൻ ദ ഫ്ലെയിം ടെമ്പറേച്ചർ ആൻഡ് ദ ആവറേജ് മോളിക്കുലർ മാസ് ഓഫ് ദ ഗ്യാസസ് ഫോംഡ് ഡ്യൂറിങ് കമ്പഷൻ. അപ്പോൾ ഒരു ലിക്വിഡ് പ്രൊപ്പലൻറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോക്കറ്റ് പ്രൊപ്പലൻറ്റിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അത് ഡിറ്റർമിൻ ചെയ്യുന്നത് അത് റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് അല്ലേ. ഒരു ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ആശ്രയിച്ചിരിക്കുന്നത് ആ ഫ്യൂവലിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജിയെ ആസ്പദമാക്കിയാണ്. അതിനെ ആസ്പദമാക്കും. അതുപോലെ റോക്കറ്റ് മോട്ടറിലുള്ള ടെമ്പറേച്ചറിനെ, അതുപോലെ ഫ്ലെയിമിനുള്ള ടെമ്പറേച്ചറിനെ, ദെൻ ഫ്ലെയിം കത്താനുള്ള ടെമ്പറേച്ചർ TC, ആൻഡ് ദെൻ ആവറേജ് മോളിക്കുലാർ മാസ് ഓഫ് ദ ഗ്യാസസ് ഫോംഡ് ഡ്യൂറിങ് ദ കമ്പഷൻ പ്രോസസ്സ് നടക്കുമ്പോഴുണ്ടാകുന്ന പ്രോഡക്ട്സിൻ്റെ ആവറേജ് മോളിക്കുലാർ മാസ്, ഇതിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരു എക്സ്പ്രഷൻ പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ എക്സ്പ്രഷൻ കാണിക്കുന്നത്. സോ ദ എനർജി ഓഫ് ദ പ്രൊപ്പലൻറ്റ് ഈസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് സ്പെസിഫിക് ഇമ്പൾസ്. സ്പെസിഫിക് ഇമ്പൾസ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് IS, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് TC/M. TC എന്ന് പറഞ്ഞാൽ ഫ്ലെയിം ടെമ്പറേച്ചറാണ്. M ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ പുറത്തേക്ക് വരുന്ന ഗ്യാസസിൻ്റെ അതിൻ്റെ എഫിഷ്യൻസിനനുസരിച്ചിട്ടിരിക്കും അല്ലേ. അപ്പോൾ എ പ്രൊപ്പലൻറ്റ് ഹൂസ് കമ്പഷൻ ഈസ് ഹൈലി എക്സോതെർമിക് ആൻഡ് പ്രൊഡ്യൂസസ് gases of lower molecular mass produces more energy and will be more efficient. അപ്പോൾ എപ്പോഴാണ് ഒരു പ്രൊപ്പലൻ്റ് കൂടുതൽ എഫിഷ്യൻ്റ് ആവണത്, അത് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പ്രൊപ്പലൻ്റ് കമ്പഷൻ നടത്തണു, എന്നിട്ട് അത് എക്സോതെർമിക് ആവണം അല്ലേ, ഹൈലി എക്സോതെർമിക് ആവണം, കൂടുതൽ എനർജി പുറത്തേക്ക് അത് വിടണം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസുകളൊക്കെ എന്തായിരിക്കണം? ലോ മോളിക്കുലാർ മാസസ് ഉള്ളതായിരിക്കണം. അപ്പോൾ അതിന് മോർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിന് മോർ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു പ്രൊപ്പലൻറ്റിൻ്റെ ആക്ഷൻ നിർവഹിക്കാനും പറ്റും. അങ്ങനെയുള്ള പ്രൊപ്പലൻസാണ് നല്ല പ്രൊപ്പലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊപ്പലൻറ്റ് ലൈക്ക് H2 അതുപോലെ F2 അതിനൊക്കെ വളരെ എക്സോതെർമിസിറ്റി വളരെ കൂടിയതാണ്, ഹൈലി എക്സോതെർമിക് ആണ്. മാത്രമല്ല ലോ മോളിക്കുലാർ മാസസ് ആണ് അതിൻ്റെ പ്രോഡക്റ്റ് ഗ്യാസസിനുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊപ്പലൻസ് ലൈക്ക് H2 F2 അതൊക്കെ ഐഡിയൽ പ്രൊപ്പലൻ്റ് ആണ് ഫോർ എനർജി കൺസിഡറേഷൻ. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രൊപ്പലൻസ് ലൈക്ക് H2 ആൻഡ് F2 ദേ ഹാവ് ഹൈ എക്സോതെർമിക്കലി energy producing and they are of low molecular masses and they produce low molecular mass gases, so they are ideal propellants from energy consideration. പക്ഷേ safety in handling and cost of production are the other factors which decide the practical use of a propellant system. അപ്പോൾ ഒരു പ്രൊപ്പലൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രാക്ടിക്കൽ യൂസ് ഇതിനെ മാത്രമല്ല, നമ്മൾ ആ പ്രൊപ്പലൻസ് ഫ്യൂവൽസ് യൂസ് ചെയ്യുമ്പോൾ എത്രമാത്രം സേഫാണ്, അത് ഹാൻഡിൽ ചെയ്യാനുള്ള സേഫ്റ്റി 100% എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യവും, അതുപോലെ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതിനെയൊക്കെ ഈ രണ്ട് ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് സേഫ്റ്റി ഇൻ ഹാൻഡ്ലിംഗ് ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദീസ് ആർ ദ അതർ ഫാക്ടേഴ്സ് വിച്ച് ഡിസൈഡ് ദ പ്രാക്ടിക്കൽ യൂസ് ഓഫ് എ പ്രൊപ്പലൻറ്റ് സിസ്റ്റം. ഒരു പ്രൊപ്പലൻറ്റ് സിസ്റ്റം നമ്മൾ പ്രാക്ടിക്കൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളെയൊക്കെ ആശ്രയിക്കും. അതുപോലെ തന്നെ സേഫ്റ്റി ഇൻ ഹാൻഡ്ലിങ്ങും അതുപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിനും ഒക്കെ ആശ്രയിച്ചായിരിക്കും നമ്മൾ തീരുമാനിക്കുക ഏത് പ്രൊപ്പലൻ്റ് യൂസ് ചെയ്യുന്നുള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് റോക്കറ്റ് പ്രൊപ്പലൻസിൽ ഉള്ളത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക് ഇമ്പൾസ് അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ്. IS = TC/m എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ TC എന്താണെന്ന് ഇവിടെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ഫ്ലെയിം ടെമ്പറേച്ചർ, അതുപോലെ m എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസസിൻ്റെ ആവറേജ് മോളിക്കുലാർ മാസ് ആണ്. അപ്പോൾ ആ ഒരു ടേം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി ഓഫ് എ പ്രൊപ്പലൻ ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് സ്പെസിഫിക് ഇമ്പൾസ്. അതാണ് IS = TC/m bar. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് റോക്കറ്റ് പ്രൊപ്പലൻസ്. 3 ടൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. സോളിഡ് പ്രൊപ്പലൻസ് ഉണ്ട്, ലിക്വിഡ് പ്രൊപ്പലൻസ് ഉണ്ട്, ഹൈബ്രിഡ് പ്രൊപ്പലൻസ് ഉണ്ട്. ദെൻ ദ എക്സ്പ്രഷൻ ഫോർ ദ എനർജി ഓഫ് ദ പ്രൊപ്പലൻറ്റ്. അതുപോലെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു പ്രൊപ്പലൻ്റ് കൂടുതൽ എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുമോ എന്നുള്ളതിനെ ആശ്രയിക്കുന്ന ആ ഫാക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. പിന്നെ സോളിഡ് പ്രൊപ്പലൻസിന് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും മുമ്പ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ല, ഈ ഭാഗം മൊത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗം തന്നെയാണ്. ഓക്കെ.